ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് പ്രൊസീജിയർ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫെമിലറൈസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ റൂട്ടിൽ നിന്നാണ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, റൂട്ടിൽ നിന്നാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്, സപ്പോസ് നിങ്ങൾ റൂട്ട് എയിലാണ് ഉള്ളത്. ഓക്കെ, റൂട്ട് എയിലാണുള്ളത്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു റൂമായിട്ട് നിങ്ങൾ ആലോചിക്കുക. സപ്പോസ് എ എന്നത് ഒരു റൂം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതായത് എ എന്നത് ഒരു റൂമാണ്. ആ റൂമിൽ നിന്ന് നിങ്ങൾക്ക് 3 പാർട്ട് കാണാം. ഏതൊക്കെ പാർട്ട് കാണാം? സപ്പോസ് നിങ്ങൾ എ എന്ന റൂമിലാണുള്ളത്. ആ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ പാർട്ട് ഇപ്പോഴും കാണാൻ പറ്റും? ഞാനതിന്റെ വർക്കിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ബേസിക് അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടല്ല, ഞാൻ അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾ എ എന്ന റൂമിലാണുള്ളത്. എ എന്ന റൂമിൽ നിന്ന് നിങ്ങൾക്ക് 3 റൂംസ് കാണാം. ഏതൊക്കെയായിരിക്കും? ബി കാണും, സി കാണും, ഡി കാണും. അതായത് നിങ്ങളിപ്പോൾ റൂമിലാണ് ഉള്ളത്, എ എന്ന റൂമിലുണ്ട്. ആ റൂമിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബി, സി, ഡി ഈ 3 പാർട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ബി എന്നൊരു നോഡ് കാണുന്നുണ്ട്. കറസ്പോണ്ടിങ് ഹ്യൂറിസ്റ്റിക് വാല്യൂ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ സി എന്നൊരു റൂം കാണുന്നുണ്ട്. കറസ്പോണ്ടിങ് ഹ്യൂറിസ്റ്റിക് വാല്യൂ കാണുന്നുണ്ട്. ഡി എന്ന റൂം കാണുന്നുണ്ട്. കറസ്പോണ്ടിങ് ഹ്യൂറിസ്റ്റിക് വാല്യൂ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുന്ന അടുത്തതായിട്ട് നിങ്ങൾ ആ റൂമിൽ ഒബ്സർവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു എന്താണ്, ഇവിടെ ഒരു ആൻഡ് ആർക്ക് ഒബ്സർവ് ചെയ്തു. അതായത് സിയും ഡിയും ആൻഡ് ആർക്ക് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാൽ ഇതിലോട്ടുള്ള കോസ്റ്റ് പാത്ത് ലെങ്ത് 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എ എന്ന റൂമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. അതായത് നിങ്ങൾ എ എന്നൊരു റൂമിൽ കയറി. ആ റൂമിൽ കയറിയപ്പോഴേ നിങ്ങൾക്ക് ഇതാണ് ട്രീ. ഈ ഫുൾ ട്രീ, അതായത് ഇത്രയും പാത്ത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ട്രീയിലെ ഫുൾ പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? സപ്പോസ് നിങ്ങൾ എ എന്ന നോഡിൽ എ എന്ന റൂമിൽ കയറി. അപ്പോൾ എ എന്ന റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബി എന്ന ഈ പാത്ത്, ഇതിന്റെ നൈബേഴ്സിനെ മാത്രമേ കാണും. ഇത് കാണും, ഇത് കാണുന്നുണ്ട്, ഈ ഒരു പാത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് എന്ന് ബി ആണ്, ബിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 4 കാണും. എന്ന് സി കാണും, സിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 2 കാണും. എന്ന് ഡി കാണും, ഡിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 3 കാണും. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ അൽഗോരിതത്തിന്റെ ഒരു എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്നാ പറയുന്നത്. ഇത് നിങ്ങൾ ഈ ഒരു ഇതിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, ഇതിനകത്ത് നിന്ന് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിക്കും. ഓക്കെ, അതായത് എ എന്നുള്ള ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് ഏതായിരിക്കും? ഒരാൾക്ക് പറയാൻ പറ്റുമോ? ബെസ്റ്റ് കോസ്റ്റ് പാത്ത് ഏതായിരിക്കും? ഇപ്പോഴും ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും കാണിക്കുന്നു. ഞാനിപ്പോഴും എയിലാണ് ഉള്ളത്. കണ്ടോ, ഞാനിപ്പോഴും എയിലാണ് ഉള്ളത്. എ എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് റൂമായിട്ട് ആലോചിക്കുക. അപ്പൊ എന്ന് എനിക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? ബി, സി, ഡി, കറസ്പോണ്ടിങ് ഹ്യൂറിസ്റ്റിക് വാല്യൂസ് എനിക്ക് കാണാം. അതായത് ഞാൻ ഇപ്പോഴും എയിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്ന് എനിക്ക് ബെസ്റ്റ് പാത്ത് എനിക്ക് കണ്ടുപിടിക്കാം. ഏതായിരിക്കും ബെസ്റ്റ് പാത്ത്? നിങ്ങൾ ഒരാളൊന്ന് പറഞ്ഞു.
സപ്പോസ് അശ്വതി പറഞ്ഞു എ എന്നുള്ള ബെസ്റ്റ് പാത്ത് ഏതാണ്? ബി ആണോ സർ? അപ്പൊ നമ്മള് ഓക്കെ മൈക്ക് ഓഫ് ആയിക്കോ. അതായത് ഞാനിപ്പോ എയിലുണ്ട്, ഞാൻ ബി എന്ന പാത്ത് നോക്കിയപ്പോഴേ, ബിയിലോട്ടുള്ള പാത്ത് നോക്കിയപ്പോഴേ ഇതിന്റെ ബിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എത്രയാണ്? 4 അല്ലേ? 4. അതായത് ഞാനിപ്പോ ഏന്ന് നോക്കുകയാണ്. ഏന്ന് എനിക്ക് 3 പാത്ത് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ബി എന്ന പാത്ത് നോക്കി. അപ്പൊ ബി എന്ന റൂമിന്റെ അവിടെ ഒരു 4 എന്നൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, അതായത് കുറെ റൂമുണ്ട്, നിങ്ങൾ എ എന്ന റൂമിൽ കയറി, എന്നിട്ട് നിങ്ങൾ ബി എന്ന റൂമിലോട്ടുള്ളൊരു പാത്ത് കണ്ടു. ഓക്കെ, ആ ബി എന്ന റൂമിന്റെ മുന്നിൽ ഒരു ഇൻഡിക്കേറ്റർ, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കളറിൽ, അതിൽ 4 എന്നാ ഉള്ളത്. അപ്പൊ മീനിങ് ബി എന്ന നോഡിനെ സോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം അതാണ് ഈ 4. ഓക്കെ, 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് ബിയിലോട്ട് എത്താൻ എത്ര ഇതെടുക്കും? കോസ്റ്റ് 1 ആണ്. എന്ന് ബിയിലോട്ട് എത്താനുള്ള കോസ്റ്റ് 1. പിന്നെ ബിയിൽ എത്തിയാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന 4 ആണ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എന്ന് ബിയിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? 5 അല്ലേ വരുമോ? എന്ന് ബിയിലോട്ട് മൂവ് ചെയ്താല് എനിക്ക് ബീനെ സോൾവ് ചെയ്യാം. അപ്പൊ ബീനെ സോൾവ് ചെയ്യാനൊക്കെ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ 5 ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് 5 ആവാം. ഓർ സപ്പോസ് ഞാൻ ഈ ഒരു പാത്തിലോട്ടാ മൂവ് ചെയ്യുന്നെങ്കിൽ എത്ര കോസ്റ്റ് എടുക്കും? ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഫജർ ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. കുറെ നാളായിട്ട് റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. ഒരാൾ പറഞ്ഞു ഫജർ ആബ്സെന്റ് ആണോ? ഓക്കെ, സൗരഭ് പറഞ്ഞു. സൗരഭ് സാർ സിയിലേക്കില്ലതാ. അതായത് ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നിങ്ങള് എന്ന് ബിയിലോട്ടുള്ള പാത്ത് ലെങ്ത് എങ്ങനെയാ കണ്ടുപിടിച്ച? ബിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ പ്ലസ് അവിടെ ഉള്ള ലെങ്ത് 4 + 1 5 കിട്ടി. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു ഓർ പാത്താണ്. ഓക്കെ, അതായത് ഒന്നുകിൽ ഇങ്ങനെ പോവാം, ഓർ എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെ മൂവ് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യാം? സിയിലോട്ട് നോക്കുക. സിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എത്രയാണ്? 2 അല്ലേ? സിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 2 പ്ലസ് എന്ത് ചെയ്യണം? അവിടെ എത്താനുള്ള ലെങ്ത് 1 ആണ്. ഓക്കെ, അപ്പൊ 2 + 1 പ്ലസ് ആൻഡ് എഡ്ജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിയിലും കൂടി ഞാൻ എന്തായാലും പോയിരിക്കണം. അപ്പൊ ഡിയില് ഹ്യൂറിസ്റ്റിക് വാല്യൂ എത്രയാ? സപ്പോസ് ഞാൻ ഡി എന്ന റൂമിൽ എത്തി. ഡി എന്ന റൂമിൽ എത്തിയാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 3 ആണ് എടുക്കുക. അപ്പൊ ഡി എന്ന ഇവിടെ എത്താൻ 1 ഉണ്ട്, പ്ലസ് 3 എടുത്താൽ 4. 3 + 1 വരും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കോസ്റ്റ് ലെങ്ത് എന്ന് വരും. ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും? സൗരഭ് എന്ന് പറഞ്ഞ 7. അതായത് 2 + 1 3, 3 + 3 3 + 6 7 എന്ന് കിട്ടും. അപ്പോ ഞാൻ നാച്ചുറലി ഏത് റൂട്ടിലാണ് മൂവ് ചെയ്യുക? ഞാൻ എ എന്ന റൂമിലാണ് ഉള്ളത്. എ എന്ന റൂമിൽ നിന്ന് എനിക്ക് അതിന്റെ താഴെയില്ലൊന്നും അറിയില്ല. എനിക്കിപ്പോ ഈ 3 റൂമേ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇനി എങ്ങോട്ടാ മൂവ് ചെയ്യാം? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് മൂവ് ചെയ്ത് നോക്കും? ലോ കോസ്റ്റിലെ പാത്തിലോട്ട് മൂവ് ആവും. അതായത് ഇവിടെ ലോ കോസ്റ്റിലെ പാത്ത്, അതായത് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് ഏതാണ്? ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് എന്നാണ് ആ ടേം പറയുന്നത്. ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് മീൻസ് എന്താന്ന് വെച്ചാൽ ആ ഒരു പാത്തിൽ മൂവ് ആയാല് ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടും എന്നൊരു അസംഷൻ ആണത്. അതാണ് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് ഏതാണ് ഇവിടെ? എ ടു ബി അല്ലേ? എന്ന് ബിയിലോട്ട് ഞാൻ എന്ത് ചെയ്യും?
മൂവ് ചെയ്യും. എ ടു ബിയിലോട്ട് മൂവ് ആയി. അതായത് ഒരു നോഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബേസിക് പ്രൊസീജിയർ മനസ്സിലാക്കുക. ഒരു നോഡിൽ നിന്ന് അതിൻ്റെ നൈബർ നോഡ്സിനെ നോക്കിയിട്ട് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ബെസ്റ്റ് പ്രോമിസിങ് പാത്തിൽ ഞാൻ ആ നൈബറിലോട്ട് മൂവ് ആവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹിയർ എ ടു ബി ഈസ് ദ ബെസ്റ്റ് പാത്ത്. ദെൻ ഫോളോ ദ പാത്ത് ആൻഡ് റീച്ച് അറ്റ് ബി. ബിയിലെത്തി ഞാൻ. ദെൻ അപ്ഡേറ്റ്. അതായത് ഇതൊരു പ്രോസസ്സാണ്. അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ശരിക്കും ഒരു ഗെയിം പോലെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് എ എന്ന റൂമിലുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്ന 3 റൂമാണ് ബി സി ഡി. 3 നൈബേഴ്സിനെ കാണാം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്ന് എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ എങ്ങോട്ട് മൂവ് ആയി, ബിയിലോട്ട് മൂവ് ചെയ്തു. ബിയിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ബിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഒരു ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് നിന്ന് ഒരു നോഡിലോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യാം, ആ മൂവ് ആയ ഇതുണ്ടല്ലോ ഇവിടെ ബി ആണ്, സോറി, ആദ്യം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോ മൂവ് ചെയ്യുന്ന എന്നല്ലേ, അതിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്താക്കി വെച്ചു നോക്കിയാൽ h of a = 5 ആക്കി വെച്ചു. ഓക്കെ, h of a എന്ന് വെച്ചാൽ 5 ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ബിയിലെത്തി. ആ പ്രോസസ്സ് മനസ്സിലാക്കുക. ഞാനിപ്പോ എ എന്ന റൂമിൽ നിന്ന് ബി എന്ന റൂമിലോട്ട് മൂവ് ആവുന്നതിന്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്ത് വെക്കണം, എയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ ആ പാത്ത് ലെങ്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. 5 ആക്കി വെച്ചു. എന്നിട്ട് ഞാൻ എങ്ങോട്ട് മൂവായി, ബിയിലോട്ട് മൂവായി. ബിയിലോട്ട് മൂവ് ആയാലും ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ബി എന്നത് ഒരു ഓൾറെഡി സോൾവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ബി എന്ന നോഡ് ഓൾറെഡി സോൾവ്ഡ് ആയ ഒരു നോഡാണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടോ, ബി ഈസ് നോട്ട് എ സോൾവ്ഡ് നോഡ് ഓർ എ ലീഫ് നോഡ്. ഇത് റോങ് ആണ്, ചൈൽഡ് നോഡല്ല, ലീഫ് നോഡാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ബി എന്ന റൂമിലെത്തി. ബി എന്ന റൂം ഓൾറെഡി സോൾവ്ഡ് ആയ ഒരു നോഡാണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, പിന്നെന്തും കൂടി ചെക്ക് ചെയ്യും, ഓർ ഇറ്റ് ഈസ് എ ലീഫ് നോഡ്. ഇത് രണ്ടും ആണോ എന്ന് ഞാൻ ബി എന്ന റൂമിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും അല്ല. ഓക്കെ, നിങ്ങൾ ആ പ്രൊസീജിയർ മനസ്സിലാക്കുക. അതായത് ഞാൻ പറയുന്നതാണ്, ഞാനിപ്പോൾ എന്ന് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് നോക്കിയിട്ട് ബിയിലോട്ട് മൂവ് ആയി. ഒരു ബി എന്ന അതിലോട്ട് മൂവ് ആയ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ആദ്യം വന്ന റൂമില്ലേ എ, അതിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ബിയിലോട്ട് വന്നത്. അപ്പൊ ബിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബി എന്താണോ ചെക്ക് ചെയ്യുക, ഓൾറെഡി സോൾവ്ഡ് ആണോ. ഇപ്പൊ ഞാനിപ്പോ ആ ബി എന്ന റൂമിൽ കയറിയാൽ അതിൻ്റെ അകത്ത് ഇപ്പൊ സപ്പോസ് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് സോൾവ്ഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്ത് പോവാം. ഇപ്പൊ നോട്ട് സോൾവ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ചൈൽഡ് നോഡ് അല്ലെങ്കിൽ, സോറി ലീഫ് നോഡ് അല്ലെങ്കിൽ, അതായത് നോട്ട് സോൾവ്ഡ് ഓർ ഇറ്റ് ഈസ് നോട്ട് എ ലീഫ് നോഡ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ബിയുടെ എന്ത് അപ്ഡേറ്റ് ചെയ്യുക നോക്കിയാൽ, ഈസ് നോട്ട് എ സോൾവ്ഡ് നോഡ് ഓർ ബി ചൈൽഡ് നോഡ്. സോ കാൽക്കുലേറ്റ് എന്ത് ചെയ്യാം, h of b കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാൻ, അതായത് h of b കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ബിയിലെത്തി. ബിയിൽ ഓൾറെഡി 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, അതായത് ഓൾറെഡി തന്നിട്ടുള്ള 4 ആണ്. ഞാൻ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ബിയിലോട്ട് വന്നത്. പക്ഷെ ഞാൻ ബിയിലെത്തിയപ്പോ എന്ത് മനസ്സിലായി, ഇത് കണ്ടോ, ബിയിലെത്തിയപ്പോഴും ഞാൻ h of b കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ബിയിലെത്തിയപ്പോ എനിക്ക് ഏതൊക്കെ കാണാം, എപ്പോഴും എഫും കാണാം, ഇയും കാണാം. അതായത് ഞാൻ ഇവിടുന്ന് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് വഴി ഇങ്ങോട്ട് വന്നു, ബിയിലെത്തി.
ബിയിലെത്തിയപ്പോഴ് ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ബിയിലെത്തി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിയിനെ സോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇതാണ് ഈ 4 ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വലി എന്താണ്, ഇത് കണ്ടോ, ഇവിടുന്ന് ഇവിടത്തോട്ടുള്ള ബിയിലെ ഒരു ചൈൽഡ് ഇ ആണ്. ബിന്ന് ഇയിലോട്ടുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ 1 പ്ലസ് എത്രയായിരിക്കും, ഇത് ശ്രദ്ധിക്കാൻ. അതായത് നിങ്ങളിപ്പം ബിയിലെത്തി, ബിന്ന് ഇയിലോട്ടില്ല, ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. ബിന്ന് ഇയിലോട്ടുള്ള കോസ്റ്റ് ലെങ്ത് 1 ആണ്, പാത്ത് ലെങ്ത് 1. ഇയിലെത്തിയാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം 6 ആണ്. അപ്പോൾ ആക്ച്വലി എച്ച് ഓഫ് ബി എത്രയാണ്, ഇത് 7 ആണ്. ഓക്കെ, ഈ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്, 7 ആയിരിക്കും. അതോ ഈ പാത്തിലാണെങ്കിൽ എത്ര എടുക്കുക, ഹരിത എന്ന് പറഞ്ഞ ഹരിത. അതായത് ബിന്ന് എഫിലോട്ടാണ് മൂവ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നെങ്കിൽ എത്ര എടുക്കും, എഫിലെത്താൻ 1 പ്ലസ് ഇതിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 8 അല്ലേ, 8 പ്ലസ് 1 എത്രയാ, 9 വരും. അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാം, ലോവസ്റ്റ് കോസ്റ്റിലെ പാത്താണ്. അതായത് ഞാൻ എന്ത് ചെയ്യും, ബിയിലെത്തിയിട്ട് ഇവിടെ ഓൾറെഡി 4 എന്ന് എഴുതിയിട്ടുണ്ട്, അതെന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് അതെന്താക്കി മാറ്റി, 7 ആക്കിയിട്ട് അപ്ഡേഷൻ നടത്തി. അപ്പൊ എന്താണ് ആ പ്രൊസീജിയർ എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു നോഡിൽ എത്തിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് വഴി ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡ്, ഇവിടെ ബിയിലെത്തിയാല് ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഓക്കെ, ഇനി അവിടുന്ന് നെക്സ്റ്റ് പാത്ത് നോക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ആ ബിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ 4 അല്ല, ആക്ച്വലി 4 എന്ന് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ബിയിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 4 അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് 4, ഇറ്റ് വിൽ ടേക്ക് 7. ഓക്കെ, അത് 7 എടുക്കുമെന്ന കാര്യം എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 7 ആയിട്ട് അപ്ഡേഷൻ നടത്തി. ഈ 7 ആയിട്ട് അപ്ഡേഷൻ നടത്തിയാല് നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഓക്കെ, അതായത് കോസ്റ്റ് റിവിഷൻ എന്നൊരു ഇത് ചെയ്യണം. കോസ്റ്റ് റിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്, അപ്ഡേറ്റ് ചേഞ്ച് ഇൻ ഹ്യൂറിസ്റ്റിക് വാല്യൂ ടു ദ റൂട്ട്. അതായത് എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് റൂട്ട് വരെ എന്ത് ചെയ്യണം, ഈ ചേഞ്ച് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു പ്രോസസ്സ് നടക്കണം. അതായത് ഞാൻ എന്ത് ചെയ്യാം, ഇപ്പം ബി എന്ന റൂമിൽ ഞാൻ 7 എന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ഏത് റൂമിലോട്ട് തിരിച്ചു നടക്കണം, ഇതിന്റെ റൂട്ടിലോട്ട്. ബിയുടെ റൂട്ട് ആരാ, എ അല്ലേ, എയിൽ പോണം. അതായത് ഞാൻ എന്ത് ചെയ്തു, ബി എന്ന റൂമിൽ നിന്ന് എ എന്ന റൂമിലോട്ട് തിരിച്ചു പോയി. എന്നിട്ട് അവിടെ എന്തുണ്ട്, അവിടെ ഓൾറെഡി 8 ഉണ്ടായത് ഹ്യൂറിസ്റ്റിക് വാല്യൂ, അത് അപ്ഡേറ്റ് ചെയ്ത് എന്താക്കി, 7 ആക്കി മാറ്റും. ഇതിനെയാണ് കോസ്റ്റ് റിവിഷൻ എന്ന് പറയാം. അപ്പോ ഞാൻ വീണ്ടും റൂട്ടിലോട്ട് എത്തി. അപ്പൊ ഞാൻ റൂട്ടിലോട്ട് പോകുന്ന വഴി ഹ്യൂറിസ്റ്റിക് വാല്യൂ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം റൂട്ടിലോട്ട് പോകാൻ. റൂട്ടിലെത്തി. റൂട്ടിലെത്തിയിട്ട് എന്ത് ചെയ്തു, എ ഈസ് നോട്ട് സോൾവ്. അതായത് ഞാനിപ്പം വീണ്ടും റൂട്ട് എയിലെത്തി, ഫസ്റ്റ് റൂമിൽ തന്നെ എത്തി. അവിടെ പോയിട്ട് നോക്കി എ സോൾവ് ആണ്, അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവിടുന്ന് ഇപ്പോഴുള്ള ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് ഫോളോ ചെയ്യണം. അപ്പോൾ ഇപ്പോഴുള്ള ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് ഏതാണ്, മുന്നേ 8 ആയിരുന്നു. ഓക്കെ, അതായത് മുന്നേ ഉണ്ടായത് എത്രയാണ്,
5 ആയിരുന്നു, 5ഉം 8ഉം ഉണ്ടായിരുന്നു രണ്ടും. അതായത് 5 ആയിരുന്നു മുന്നേ ഉണ്ടായത്, അതിപ്പം 7 ആക്കി മാറ്റി. എന്നിട്ട് അത് ഇപ്പോഴും 7 ആക്കി മാറ്റുന്നു. സോറി, 7 + 1 8 ആക്കി മാറ്റും. അതായത് ഇവിടുന്ന് തിരിച്ചു നടന്നു, ഇതിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 7 ആണ്. നോക്കുക, 7 ആക്കി മാറ്റി. അപ്പൊ ഇവിടെ എയിൽ പോയി നോക്കുമ്പോൾ എന്താകും? 7 + 1 കൂടി വരും. 7 + 1 8 ആവും. അതായത് 8 ആയിട്ട് എയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് റൂട്ടിലെത്തിയില്ലേ, അപ്പൊ റൂട്ട് നോട്ട് സോൾവ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? റൂട്ടിൽ നിന്ന് വീണ്ടും ഇല്ല ഇത് കണ്ടുപിടിക്കും. റൂട്ടിൽ നിന്നില്ല എന്ത് കണ്ടുപിടിക്കും? റൂട്ടിൽ നിന്ന് അടുത്ത ബെസ്റ്റ് പ്രോമിസിങ്, ഇപ്പോഴുള്ള ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിക്കും. അപ്പൊ ഇപ്പോഴാണ് നോക്കുമ്പോ ഇവിടെ 3, 2, 5, 5, 1, 6, 1, 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ ഞാൻ എന്തായി? ഇത് 8 സ്ട്രൈക്ക് ചെയ്തു, 7 ആക്കി അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യും? Since A is not solved, then follow the best promising path A to C and D. ഇതിലോട്ട് മൂവ് ആവും. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാ ചെയ്തത് ബേസിക് ആയിട്ട്? എന്തൊക്കെയാ ചെയ്തത്? ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ചെയ്യുന്നത്? അതെ, ഞാനിത് ഇങ്ങനെ ഒരു അൽഗോരിതമായിട്ട് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തെന്ന് വെച്ചാല് റൂട്ട് നോഡിന് ആഡ് ചെയ്തു. എന്നിട്ട് റൂട്ട് നോഡ് സോൾവ് ആണോ എന്ന് നോക്കി. റൂട്ട് നോഡ് സോൾവ് അല്ലാത്തതുകൊണ്ട് റൂട്ട് നോഡിന്റെ സബ് ട്രീനെ ഗ്രാഫിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഫൈൻഡ് ദ ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് ഫ്രം എസ്. എന്നുള്ള ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിച്ചു. ആൻഡ് ട്രാവേഴ്സ് ടു ദ നോഡ് എൻ. അപ്പൊ നോഡ് എൻ എന്ന് വെച്ചാൽ ബെസ്റ്റ് പ്രോമിസിങ് പാത്തിലെ ഗോൾ നോഡാണ്, അതിലോട്ട് മൂവ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? എൻ ലീഫ് ആണോ ചെക്ക് ചെയ്തു. ലീഫ് ആണെങ്കിൽ സോൾവ് എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്നിന്റെ 2 ചൈൽഡ്സും സോൾവ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിലും എന്നെ സോൾവ് എന്ന് മാർക്ക് ചെയ്യും. ഇനി ഓറിന്റെ കേസിൽ എനി നോഡാവാം, ആൻഡ് നോഡിൽ 2 ചൈൽഡ് സോൾവ്. പിന്നെ എന്ത് ചെയ്യും? ആ നോഡിന്റെ എച്ച് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? കോസ്റ്റ് റിവിഷൻ നടത്തും. കോസ്റ്റ് റിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എച്ച് വാല്യൂ ടു ദ പാരന്റ്. പാരന്റ് മേ ബി ആൻഡ് ഓർ നോഡ് വെൻ റീച്ച്ഡ് നോഡ് റിട്ടേൺ. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഒരു കാര്യം ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഇനീഷ്യലി നിങ്ങൾ എന്താ ചെയ്യുക? ഇനീഷ്യലി നിങ്ങൾ എവിടെ ഉണ്ടാവുക? റൂട്ട് എയിൽ ഉണ്ടാവും. അടുത്ത് എന്താ ചെയ്യുക? റൂട്ട് എയിൽ നിന്ന് എങ്ങോട്ടാ മൂവ് ആവുക? സൗരഭ ഒന്ന് പറഞ്ഞേ. സൗരഭ്, ഓക്കെ, നിങ്ങൾ ആ പ്രൊസീജിയർ ഒന്ന് മനസ്സിലാക്കും. ഇപ്പൊ സൗരഭ് എ എന്ന റൂമിലുണ്ട്. എ എന്ന റൂമിൽ എന്ത് ചെയ്യും? ഏതൊക്കെ റൂംസ് കാണാം സൗരഭിന്? ബിയും കാണാം, സിയും കാണാം, ഡിയും കാണാം. അപ്പൊ എ എന്നുള്ള ബെസ്റ്റ് പ്രോമിസിങ് പാത്ത് കണ്ടുപിടിച്ചു. ഏതാണ്? ബി ആണ്. അപ്പൊ അതിന്റെ ലെങ്ത് എത്രയാണ്? 1 + 4 5. അത് ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിടും. അപ്ഡേറ്റ് ചെയ്തിട്ടു 5 എന്ന് ഇട്ടു. എയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 5 ആയി അപ്ഡേറ്റ് ചെയ്തിട്ടു. കാരണം മറ്റേതുമായിട്ട് കമ്പയർ, മറ്റേ പാത്തിൽ എത്രയാണ് വരുക സൗരഭേ? 3, 2, 5, 1, 6, 1, 7 ഉണ്ടല്ലേ.
അപ്പോൾ ഞാൻ എന്ന് ബിയിലോട്ട് മൂവ് ചെയ്തു. അതിന് മുന്നേ അവിടെ 5 ആക്കി അപ്ഡേറ്റ് ചെയ്ത് ഇട്ടിട്ടാണ് മൂവ് ആക്കിയത്. ഓക്കെ, ബിയിലെത്തി. നെക്സ്റ്റ് എന്താ ചെയ്യാം, ഒരു നോഡ് ബിയിലെത്തിയാൽ ബെസ്റ്റ് പ്രോമിസിങ് പാത്തിൽ ഒരു നോഡ് ബിയിലെത്തി, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ നോഡിന്റെ എന്ത് കണ്ടുപിടിക്കും, ബിയുടെ എന്ത് കണ്ടുപിടിക്കും? സൗരഭ് എന്ന് പറഞ്ഞ ബിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ. ബിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ ആക്ച്വലി ഇറ്റ് ഈസ് 4 എന്നുണ്ട്, പക്ഷെ അതെന്താണ്, അതൊരു അസംഷൻ മാത്രമാണ്. ഓക്കെ, അത് ശരിക്കും 4 ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ബിയിലെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, ബിനെ സോൾവ് ചെയ്യാനെടുക്കുന്ന ടൈം കണ്ടുപിടിക്കണം. അതാണ് അതിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ. ഓക്കെ, അത് കണ്ടുപിടിക്കണം. അപ്പൊ ബിയിലെത്തിയ അതിന്റെ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ എന്ത് ചെയ്യും, ബി ഏത് ടൈപ്പ് നോഡാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഒരു നോഡിലെത്തിയ, ഞാൻ ഒന്നും കൂടി പറയാണ്, ബി എന്ന നോഡിലെത്തിയാല് ബി ലീഫ് നോഡാണോ സൗരഭ്? അല്ല. ബി സോൾവ്ഡ് ആണോ സൗരഭ്? അല്ല. ഓക്കെ, പിന്നെ ബി എന്നത് ഓർ നോഡാണോ? ഓറല്ലേ? ഓറാണോ ആൻഡ് ആണോ? ഓറാണോ അല്ലെ? ഓർ ആണെങ്കിൽ ഞാൻ ഇതിലെ ഏത്, 2 പാത്ത് ഉണ്ട്, ഇതിലെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് പാത്തിലാണ് ഞാൻ നോക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെയുള്ള ബെസ്റ്റ് പാത്ത് ഏതാണ്? ഇ ആണോ എഫ് ആണോ? സപ്പോസ് ഞാൻ ഈ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്, സംഭവിക്കും 6 പ്ലസ് എത്രയായിരിക്കും? 1, 7 ആയിരിക്കും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്നത്. അതായത് ഇത് 7 ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും ആദ്യം. ഓക്കെ, അതായത് ഓക്കെ, കണക്ഷൻ പോയിനായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യട്ടെ. അപ്പോഴേ സ്ക്രീന് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സാറെ കാണുന്നില്ല. സൗരഭ് സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ബിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ബിയിലെത്തി, ബിന്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. അടുത്ത എന്താണെന്ന് ചെയ്യാം സൗരഭൻ? ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകേണ്ട നോക്കാം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, റീകാൽക്കുലേറ്റ് ഹ്യൂറിസ്റ്റിക് വാല്യൂ ഓഫ് ബി ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് റിവിഷൻ ചെയ്യണം. ടെക്നിക്കൽ ടേം അതാണ്, കോസ്റ്റ് റിവിഷൻ ചെയ്യാം. കോസ്റ്റ് റിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇപ്പോഴൊരു ചേഞ്ച് വന്നില്ലേ ഹ്യൂറിസ്റ്റിക് വാല്യൂല്, അതെന്ത് ചെയ്യണം?
ടോപ്പ് പാരൻസിലോട്ട് അപ്ഡേഷൻ നടത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ബിന്റെ പാരന്റ് ആരാണ്? എ അല്ലേ? എയിൽ പോയിട്ട് 5 പകരം എന്തിടും? 5 സ്ട്രൈക്ക് ചെയ്ത് കളി. ഇപ്പം 5 അല്ലല്ലോ ശരിക്കും. എന്നിട്ട് എന്താക്കി മാറ്റും? 5 സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇവിടെ എന്ത് വരാം? ഇവിടെ എന്താക്കിയിട്ട് അപ്ഡേഷൻ നടത്തും? 7 ഇതുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അതായത് നിങ്ങളിപ്പം ബി എന്ന റൂമിലുള്ള ബി എന്ന റൂമിൽ നിന്ന് തിരിച്ച് നിങ്ങൾ എയിലോട്ട് നടക്കുകയെന്ന്. എന്നിട്ട് എയിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു 5 അല്ല, എന്താന്ന് എഴുതി? 7 + 1. ഓക്കെ, 8 ആണ് ശരിക്കും ഇങ്ങോട്ടുള്ള ഇതെന്ന് എഴുതി. ഓക്കെ, 5 അല്ല, 5 ക്രോസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്ന് ബിയിലോട്ട് പോയാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ 7 + 1 8 എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ റൂട്ട് എയിലെത്തി, അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ എ സോൾവ്ഡ് അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് എന്ത് ചെയ്യും? ഒരാൾ പറയോ? എന്ന് വേറെ ഏതെങ്കിലും പാത്ത് ഉണ്ടോ? ഓക്കെ, എന്ന് നെക്സ്റ്റ് പ്രോമിസിങ് പാത്ത് ഏതായിരിക്കും? ഈ പാത്ത് ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തു. ഓക്കെ, അതായത് ഈ ആൻഡിന്റെ പാത്ത് ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്തു. എത്ര പേരും? ഒരാൾ പറഞ്ഞ സൗരഭ് എന്ന് പറഞ്ഞ. സൗരഭ് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതാ പറയുന്നത്. 8 ഉണ്ട്. പിന്നെ ഇപ്പം 8 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തെന്ന് വെക്ക്. സപ്പോസ് ഇത് 8 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ നോക്കുമ്പോ ഈ ആൻഡ് ഇതിൽ മൂവ് ചെയ്താൽ എത്ര ടൈം എടുക്കും? 2 + 1 3, 3 + 3 6, 6 + 1 7. ഇപ്പൊ വേറൊരു പാത്ത് ഉണ്ട് ഇവിടെ. അതെന്താണ്? 7 ഇല്ലൊരു പാത്ത് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എയിലെത്തിയപ്പോഴേ ഞാൻ മനസ്സിലായി ഈ 4 കണ്ടിട്ടാ ഞാൻ താഴോട്ട് പോയത്. പക്ഷെ താഴെ പോയി തിരിച്ചു വന്നപ്പോ മനസ്സിലായി അങ്ങോട്ട് പോയ 8 എടുക്കും. അവിടുന്ന് എന്ന് തിരിച്ചു നോക്കുന്നുണ്ട് 7 എടുക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് അപ്ഡേറ്റ് ചെയ്തു. 8 അല്ല, അതെന്താക്കി മാറ്റി? 7 ആയിട്ട് അപ്ഡേറ്റ് ആക്കി. എന്നിട്ട് ഞാൻ എങ്ങോട്ട് മൂവ് ആവും? അടുത്ത എങ്ങോട്ടാ മൂവ് ആവുക സൗരഭേ? ബിയിലേക്കല്ല, ഒന്നുകിൽ ഡി. ഇത് കണ്ടോ, ആൻഡ് അല്ലേ? ആൻഡ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സിയും സോൾവ് ചെയ്യണം, ഡിയും സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് ഒന്നുകിൽ സിയിലോട്ട് മൂവ് ആക്കാം, അല്ലെങ്കിൽ ഡിയിലോട്ട്. ഞാൻ സിയിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഈ സിയിലെത്തിയ ഞാൻ നെക്സ്റ്റ് എന്തായിരിക്കും ചെയ്യുക? ഞാനൊരു പുതിയ നോഡിലോട്ട് എത്തി വേണ്ടു. ഞാൻ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? സിയുടെ എച്ച് വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കുമ്പം ഇതിലെന്തുണ്ട്? ഒരു ഓറുണ്ട്. ഈ ഓറിലോട്ടുള്ള ലെങ്ത് എത്രയാണ്? ഈ റൂമിലോട്ട് പോയാൽ എത്ര ടൈം എടുക്കും? 2 + 1 3 എടുക്കും. ഇനി ഈ ആൻഡ് എഡ്ജ്, ആൻഡ് ആർക്ക് ഫോളോ ചെയ്ത് എത്ര എടുക്കും? 0 + 0 0 + 1 + 1 2 എടുക്കും. മീൻസ് എന്താണ്? ഇത് കറക്റ്റ് ആയിരുന്നു. ഈ 2 എന്ന ഹ്യൂറിസ്റ്റിക് വാല്യൂ കറക്റ്റ് ആണ്. ഓക്കെ, സിയില് വന്നാൽ 2 കോസ്റ്റ് ആണ് എടുക്കുക. അതുകൊണ്ട് എനിവേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 അപ്ഡേറ്റ് ചെയ്തു, HFC അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് കോസ്റ്റ് റിവിഷൻ നടത്തി. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ, ഇനിയിപ്പം കോസ്റ്റ് റിവിഷൻ നടത്തിയിട്ട് റൂട്ട് പോയ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ ഇതിനെ കൊണ്ട്? എന്തുണ്ടാവില്ല, ഇതിനെ കൊണ്ട് എഫക്റ്റ് ഒന്നും വരില്ല. കാരണം ഇവിടെ ചേഞ്ച് പറ്റിയില്ല, ഇത് കറക്റ്റ് ആണ്. അപ്പൊ എനിവേ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും എയിലോട്ട് പോയി. എയിലോട്ട് പോയിട്ട് വീണ്ടും ഞാൻ ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാൻ നോക്കും. അപ്പൊ നാച്ചുറലി എന്താണ്? 7 തന്നെയാണ്. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? സിയിലോട്ട് വരും. ഓക്കെ, സിയിലോട്ട് വന്ന് അടുത്ത ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യും? സൗരഭ് പറഞ്ഞ സിയിലോട്ട് വന്നു. അടുത്ത് ഞാൻ വീണ്ടും എങ്ങോട്ട് മൂവ് ചെയ്യും? HO IO.
എച്ചിലോട്ട് മൂവ് ആവും. എച്ച് എന്ന് വെച്ചാൽ എന്താണ്? ലീഫ് അല്ലേ? ലീഫ് ആയതുകൊണ്ട് അത് എന്തായിട്ട് ലേബൽ ചെയ്യും? സോൾവ്ഡ് ആയിട്ട് ലേബൽ ചെയ്യും. അടുത്ത ഞാൻ എങ്ങോട്ട് പോകും സാറേ? ഐയിലോട്ട് പോയി. ഐ എന്ന് വെച്ചാൽ പുതിയ നോഡാണ്, അത് ലീഫാണ്. ലീഫായിട്ട് എന്ത് ലേബൽ ചെയ്യും? സോൾവ്ഡ് ആയിട്ട് ലേബൽ ചെയ്യും. അടുത്ത ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകും? സിയിലോട്ട് തിരിച്ചു വരും. അതായത് എച്ച് പോയി, ഐയില് പോയി, സി പോകും. സി പോയാൽ എന്തുണ്ട്? അതിന്റെ രണ്ട് ചൈൽഡും എന്താണ്? സോൾവ്ഡ് അല്ലേ? രണ്ട് ചൈൽഡും സോൾവ്ഡ് ആയതുകൊണ്ട് ഇതും ഞാൻ എന്തായി മാർക്ക് ചെയ്യും? സോൾവ്ഡ് ആക്കും. എന്നിട്ട് ഞാൻ തിരിച്ചെങ്ങോട്ട് പോകും? എയിലോട്ട് പോകും. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഞാനിത് ശരിക്കും ട്രാവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സിയിലെത്തി, സി സോൾവ്ഡ് ആക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ എയിലോട്ട് എത്തും. എന്ന് അടുത്ത എങ്ങോട്ടാ പോവാ? ഒരാൾ പറഞ്ഞു, സൗരഭ് പിന്നെ പറഞ്ഞു. എന്ന് അടുത്ത എങ്ങോട്ട് പോകും? ഇതിൽ ചേഞ്ച് ഒന്നുമില്ല. അതായത് ഈ അപ്ഡേഷനിൽ കോസ്റ്റ് ഡിവിഷനിലൊന്നും ചേഞ്ച് ഒന്നും വരില്ല. ഏന്ന് എങ്ങോട്ട് പോകും? ഇവിടെ പോയി. ഇവിടെ പോയ അടുത്ത് ഞാൻ എന്താ ചെക്ക് ചെയ്യുക? ഇത് ലീഫ് ആണോ ചെക്ക് ചെയ്യും, സോൾഡ് ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് രണ്ടുമല്ല, ഇത് ഓറല്ലേ? ഇത് ഓറാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ കോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. ഇതിന്റെ കോസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് എത്രയാ വരുക? ഡിന്ന് ജെയിലെത്താനുള്ള കോസ്റ്റ് ലെങ്ത് 1 ആണ്. ജെയിലെത്തിയ സോൾവ് ചെയ്യാൻ 0 ആണ്. അപ്പൊ ഇതിന്റെ ആക്ച്വലി എത്രയാണ്? 3 അല്ല, 1 ആണ്. ഞാൻ എന്ത് ചെയ്യണം അടുത്ത സൗരഭ്? ഇത് മുകളിലോട്ട് അപ്ഡേഷൻ നടത്തണം. അപ്പൊ മുകളിൽ ഞാൻ എയിലോട്ട് പോയി. എയിൽ പോയിട്ട് ഇനിയിപ്പം 7 അല്ല എന്ന് മനസ്സിലായി. എന്തായിട്ട് അപ്ഡേഷൻ നടത്തണം? ഇവിടെ 2 അല്ലേ? എന്ന് സിയിലോട്ട് 2. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. 2 + 1 3 പ്ലസ് ഈ കോസ്റ്റ് ലെങ്ത് 1 + 1 എത്ര വരും? 5 എന്ന് വരും. ഓക്കെ, 5 ആയിട്ട് ഇത് അപ്ഡേഷൻ നടത്തും. എന്നിട്ട് ഞാൻ റൂട്ടിൽ നിന്ന് വീണ്ടും ഡിയിൽ വരും. ഡിയിൽ വന്ന് അടുത്ത് എന്ത് ചെയ്യും? ജെയിൽ പോകും. ജെ എന്താണ്? ലീഫ് അല്ലേ? സോ സോൾവ്ഡ്. നെക്സ്റ്റ് ഞാൻ ഡിയിൽ വരും. ഡിയുടെ ചൈൽഡ് സോൾവ്ഡ്. അപ്പൊ ഇത് സോൾവ്ഡ്. നെക്സ്റ്റ് ഞാൻ എയിൽ വരും. എയുടെ ചൈൽഡ് ഏതൊക്കെയാണ്? സൗരഭ് ഒന്ന് പറഞ്ഞു തന്നിട്ട് എൻഡ് ചെയ്യാം. എയുടെ ചൈൽഡ് ഏതൊക്കെയാണ്? സിയും ഡിയും. സി സോൾവ്ഡ് ആണ്, ഡിയും ഇപ്പൊ സോൾവ്ഡ് അല്ലേ? രണ്ട് ചൈൽഡും സോൾവ്ഡ് ആവുമ്പം എ എന്താവും? സോൾവ്ഡ് ആവും. അപ്പൊ എന്താവും? അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. അപ്പോ ആക്ച്വലി ഇപ്പോഴത്തെ കോസ്റ്റ് എത്രയാണ്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ് ലെങ്ത് എത്രയാണ്? 5 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, 5 ആണ്. ഇനിയിപ്പോ നമ്മുടെ ഈ അൽഗോരിതം ഒന്ന് വരാം. ടൈമായി. ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് വരാം. അപ്പം 5 ആണ് ആക്ച്വൽ കോസ്റ്റ് വരിക. നമ്മളിപ്പോ ഇത് നോക്കിയാൽ മനസ്സിലാവും. എന്ന് നമ്മള് ഒന്നുകിൽ ഈ പാത്ത് ഫോളോ ചെയ്യണം. ഈ പാത്ത് ഫോളോ ചെയ്ത് എത്രയാ കോസ്റ്റ് വരിക? 4 1 5 1 6 വരും. 6 വരും. ഇനി നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആക്ച്വൽ കോസ്റ്റ് 5 ആണ്. നിങ്ങൾ അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് ലെഫ്റ്റ് ആയിക്കോട്ടെ. ടൈമായില്ലേ? ഓക്കെ, ടൈമായി. അപ്പോ ഞാൻ ജസ്റ്റ് പറയുന്നു, ഇത് ഈ പാത്തിലാണെങ്കിൽ 6 വരും. പിന്നെ ഞാൻ ഒരു ഓപ്ഷനിൽ ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഈ ഒരു പാത്തിൽ മൂവ് ആണെങ്കിൽ 1 ആണ് വരിക അല്ലെ? 1 + 1 2 വരും. ഇനി അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ 2 എടുക്കും. പിന്നെ ഇവിടെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം. ഇവിടെ വരാൻ 1. പിന്നെ ഇവിടുന്ന് ഇത് മൊത്തമായിട്ട് സോൾവ് ആക്കണം. ഇത് മൊത്തമായിട്ട് സോൾവ് ചെയ്യാൻ 2. 2 + 2 4 + 1. അപ്പോൾ 5 കിട്ടും. 5 ആണ് ആക്ച്വലി കിട്ടും. അപ്പൊ ഇതാണ് AO സ്റ്റാർ അൽഗോരിതം. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ വർക്കിംഗ്. ഇത് നിങ്ങള് അൽഗോരിതം നിങ്ങൾ പഠിക്കുക. ഞാൻ ഒരു ക്ലാസ്സും കൂടി ഇതിന്റെ അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.
എനിവേ അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് ലെഫ്റ്റ് അയക്കും. അടുത്ത ഒരു ക്ലാസ്സും കൂടി ഇത് തരാം. ഓക്കെ, താങ്ക് യു.